ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് GBS അല്ലെങ്കിൽ ഗിലൻ ബാരി സിൻഡ്രോം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ വെളിയിൽ നിന്നൊരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയാൽ ആ പ്രോട്ടീനെതിരായിട്ട്, ഈ രോഗാണുവിൻ്റെ ആ പ്രോട്ടീൻ, അതിനെ ആൻറ്റിജൻ എന്ന് പറയും, ഈ ആൻറ്റിജനെതിരായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് ആ രോഗാണുവിനെ തുരത്തി ഓടിക്കുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ അതാണ്. പക്ഷേ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ ഈ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിനെതിരായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഗിലൻ ബാരി സിൻഡ്രോത്തിൽ അത് പ്രവർത്തിക്കുന്നത് ഈ മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നെർവ് സെൽസിൻ്റെ ഷീറ്റ് കവർ ചെയ്യുന്ന ഷീറ്റിനാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പൈനൽ റൂട്ട് നെർവ് അല്ലെങ്കിൽ പെരിഫറൽ നെർവ്, ഇതിൻ്റെയൊക്കെ മൈലിൻ ഷീറ്റിന് എതിരായിട്ടാണ് ഈ ആൻറ്റിബോഡി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഡീമൈലിനേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ നെർവ് കണ്ടക്ഷനെ അത് വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നു. അതാണ് ഈ ഗിലൻ ബാരി സിൻഡ്രോത്തിൻ്റെ പാത്തോളജി. അതാണ്. ഇതിന് വേറൊരു പേര് അക്യൂട്ട് ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫെക്റ്റീവ് ഡീമൈലിനേറ്റിംഗ് പോളിന്യൂറോപ്പതി എന്നൊരു പേര് കൂടെ ഉണ്ട്. അപ്പോൾ ആ പേരിൽ തന്നെ അത് കംപ്ലീറ്റ് സെൽഫ് എക്സ്പ്ലനേഷൻ തരുന്ന ഒരു വാക്കാണ്. ഇതിൻ്റെ സിംറ്റംസ് കണ്ടുവരുന്നത് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഡയേറിയ കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കും 4 ഇടയ്ക്കുള്ള ആ ഒരു സമയത്താണ് ഇതിൻ്റെ സിംറ്റംസ് കണ്ടുവരുന്നത്, ഈ പോളിന്യൂറോപ്പതിയുടെ സിംറ്റംസ്. അപ്പോൾ 70% ഇങ്ങനെയാണ്. പിന്നെ പോയിട്ട് കുറച്ച് ഇത് ആഫ്റ്റർ സർജറി അല്ലെങ്കിൽ ആഫ്റ്റർ ഇമ്മ്യൂണൈസേഷനും ഇത് കണ്ടുവരാറുണ്ട്. ഇനി അതിൻ്റെ ക്ലിനിക്കൽ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് മസിൽ വീക്ക്നെസ്. ഈ മസിൽ വീക്ക്നെസ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ ലിംബിൽ നിന്ന് അത് പതുക്കെ മേപ്പോട്ട് കയറി അത് അപ്പർ ലിംബിൽ വരെ എത്തുന്നു. അപ്പോൾ അതൊരു അസെൻഡിങ് ഓർഡറിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇത് കൂടുതലും ഈ വീക്ക്നെസ് ഈ കൈയുടെയും കാലിൻ്റെയൊക്കെ പ്രോക്സിമൽ ഭാഗത്താണ്, ഡിസ്റ്റൽ ഭാഗത്ത് അത്രയും കാണത്തില്ല. അപ്പോൾ ഈ വീക്ക്നെസ്സിന് മുമ്പായിട്ട് ചിലപ്പോൾ മരവിപ്പ്, പെരുപ്പ്, വേദന ഇതുപോലുള്ള സംഗതികളും ഉണ്ടാകാം. അപ്പോൾ ഈ വീക്ക്നെസ് അത് കഴിഞ്ഞ് ചിലപ്പോൾ മുഖത്തുള്ള മസിൽസിന് വരാം, വിഴുങ്ങുന്ന മസിൽസിന് വരാം, സംസാരിക്കുന്ന മസിൽസിന് വരാം, റെസ്പിറേറ്ററി മസിൽസിന് വരാം. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ സിംറ്റംസ് ആ രീതിയിൽ, ഇപ്പോൾ മുഖത്തെ മസിൽസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡബിൾ വിഷൻ അല്ലെങ്കിൽ ഡിപ്ലോപ്പിയ, അതുപോലെ ചിലപ്പോൾ ഇദ്ദേഹത്തിന് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ട് വന്നെന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വിഴുങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വന്നെന്നിരിക്കും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ വരും. അപ്പോൾ ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ റെസ്പിറേറ്ററി വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായമൊക്കെ ആവശ്യമായിട്ട് വരാം. പേഷ്യൻറ്റിനെ രക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ടി വരാം. ഏകദേശം 20% ആളുകൾക്ക് റെസ്പിറേറ്ററി വീക്ക്നെസ് വരാം. റെസ്പിറേറ്ററി ഫെയിലിയർ വന്ന് അപൂർവമായിട്ട് ഡെത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സൈനാണ് ഈ ലോസ് ഓഫ് റിഫ്ലക്സ്. നമ്മൾ നെർവസ് സിസ്റ്റം പരിശോധിക്കുമ്പോൾ ഈ റിഫ്ലക്സുകൾ നോക്കും. ഇവിടെ ലോസ് ഓഫ് റിഫ്ലക്സ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈനാണ്. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് ഏറ്റവും പ്രധാനം ഇതിൻ്റെ ടിപ്പിക്കൽ ഹിസ്റ്ററി. ഒരു വയറ്റിളക്കം അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച മുതൽ 4 ആഴ്ചയ്ക്ക് ഇടയ്ക്ക് ഇതുപോലുള്ള മസിൽ വീക്ക്നെസ് അനുഭവപ്പെടുന്നത്, ആ ടിപ്പിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേറൊരു പരിശോധനയുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് CSF എന്ന് പറഞ്ഞാൽ ഈ നട്ടലുകുത്തി പരിശോധിക്കുക എന്ന് പറയും. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എടുത്തിട്ട് പരിശോധിക്കുക. അപ്പോൾ ആദ്യം ചിലപ്പോൾ പ്രോട്ടീനൊക്കെ നോർമലായിരിക്കും, പക്ഷേ ഇതിന് പ്രോട്ടീൻ്റെ അളവ് വേണമെങ്കിൽ സാധാരണ ഉള്ളതിനേക്കാളും കൂടാം. അടുത്തതായിട്ട് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി, അതും ഇതിനുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ റെഗുലർ മോണിറ്ററിങ് ഓഫ് റെസ്പിറേറ്ററി ഫങ്ഷൻ. അപ്പോൾ അതിൽ ഈ ബ്ലഡിലുള്ള ഗ്യാസുകളുടെ ലെവലുകളും റെസ്പിറേറ്ററി ഫങ്ഷനും ഒക്കെ നോക്കുന്നതാണ് റെഗുലർ മോണിറ്ററിങ്.
അപ്പോൾ റെഗുലർ മോണിറ്ററിങ് ഓഫ് റെസ്പിറേറ്ററി ഫങ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റെസ്പിറേറ്ററി ഫെയിലിയർ വളരെ പെട്ടെന്ന് സംഭവിക്കാം. അപ്പോൾ അത് ചിലപ്പോഴും മരണത്തിലോട്ടൊക്കെ പോകാം. അപ്പോൾ അവിടെയാണ് ഈ വെന്റിലേറ്ററിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അതുപോലെ സ്റ്റിറോയിഡ് കൊടുക്കുന്നതിൽ വലിയ പ്രയോജനമൊന്നും ഇല്ല. പിന്നെ ഇതിന് പ്ലാസ്മ എക്സ്ചേഞ്ച് തെറാപ്പി, അതുപോലെ ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പി, ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കൊണ്ട് നമ്മുടെ വെന്റിലേറ്ററിൻ്റെ ഉപയോഗത്തിൻ്റെ ആ ലെങ്ത് കുറക്കാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് അസുഖം കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ പ്രോഗ്നോസിസ് വളരെ ഗുഡായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്നോസിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80%-നും 3 മാസം ടു 6 മാസം, 3 മാസം മുതൽ 6 മാസത്തിനകം കംപ്ലീറ്റ് ക്യൂർ ഉണ്ടാകും. ഒരു 4% കേസുകൾ വേണേൽ ഡെത്താകാം. ബാക്കിയുള്ളവർ ജീവിതകാലം മൊത്തം ചിലപ്പോൾ ഒരു റെസിഡ്യുവൽ ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി ആയിട്ട് ജീവിക്കേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു സഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനും ആയി എന്ന് വരാം. പ്രിവെൻഷൻ, ഈ ഗിലൻ-ബാരി സിൻഡ്രത്തിൻ്റെ പ്രിവെൻഷൻ. അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ഹൈജീനാണ്. നമ്മൾ യാതൊരു കാരണവശാലും വേവിക്കാതെ തിളപ്പിച്ചാറ്റിയ വെള്ളം, അതുപോലെ തന്നെ വേവിച്ച ഭക്ഷണം, ഇത് മാത്രം കഴിക്കുക. അതുപോലെ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷന് ശേഷവും ഈ അസുഖം കണ്ടുവരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനേറ്റവും നല്ല മാർഗം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് മാസ്ക് ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 1-2 പ്രാവശ്യം സോപ്പിട്ട് കൈ കഴുകുക. അതുപോലെ കടയിലൊക്കെ പോയി തുറന്നിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ യാതൊരു കാരണവശാലും കഴിക്കാതിരിക്കുക. അതുപോലെ നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന, ഉദാഹരണത്തിന് മുന്തിരിങ്ങ, കുക്കുംബർ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് നല്ലപോലെ വാഷ് ചെയ്യുക. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കൈ നല്ലപോലെ വാഷ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല, പണ്ട് കൊറോണയുടെ കാര്യം വന്നപ്പോഴും ഈ കോവിഡ് വന്നപ്പോഴും എല്ലാം ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെ ഇവിടെ. അപ്പോൾ ഗിലൻ-ബാരി സിൻഡ്രോമത്തിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ വന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.